നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഒന്നാം പ്രതി രതീഷിനെ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മഞ്ചേശ്വരത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മഞ്ചേശ്വരം CHCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറും പത്തനംതിട്ട സ്വദേശിയുമായ മനോജ് ആണ് മരിച്ചത്. സ്ത്രീകളുടെ ചിത്രം മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളാക്കി പ്രചരിപ്പിച്ച സംഭവം ആശങ്കയിൽ ചിറ്റാരിക്കൽ തയ്യേനി മലയോരവാസികൾ. കൈവിരലുകൾ മാത്രം ഉപയോഗിച്ച് മേളവിസ്മയം. വിരൽ ഡ്രമ്മിൽ താരമായി കാസർഗോഡ് മുളിയാറിലെ മണികണ്ഠ. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യവില പൊള്ളുന്നു. അയല, മത്തി മത്സ്യങ്ങൾക്ക് കിലോയ്ക്ക് 400 രൂപ കടന്നു. അയ്യങ്കാളി ദിനം. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി പുഷ്പാർച്ചനയും സ്മൃതി സംഗമവും നടത്തി. വാർത്തകൾ വിശദമായി. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതി രതീഷിനെ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസം കേസിലെ എല്ലാ പ്രതികളെയും ജയിലിൽ ഒരുമിച്ചിരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യപ്രതി രതീഷിനെ സ്ഥാപനത്തിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ മുഴുവൻ പ്രതികളെയും ജയിലിൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെ ഒന്നാം പ്രതി രതീഷിനെ ബുധനാഴ്ച സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇടനിലക്കാരുടെ പ്രതിഷേധം മുന്നിൽ കണ്ട് തെളിവെടുപ്പിനായി വൻ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. സഹകരണ വകുപ്പ് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ സമയത്താണ് രതീശൻ ലോക്കറിലെ പണയ സ്വർണം കടത്തിയത്. ഈ സ്വർണത്തിൽ ഭൂരിഭാഗവും പോലീസ് വിവിധ ബാങ്കുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി സ്വർണവും തട്ടിപ്പ് നടത്തിയ പണവും കണ്ടെത്തുവാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. രതീഷിനെ കൂടാതെ ജബ്ബാർ, നെബീൻ, മുഹമ്മദ് ബഷീർ, അബ്ദുൽ ഗഫൂർ, അനിൽകുമാർ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായവർ. തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്ന് രതീഷിനൊപ്പം പിടിയിലായ അബ്ദുൽ ജബ്ബാറാണ് തട്ടിപ്പിന് ഇടനില നിന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. രതീഷിനിൽ നിന്ന് പലപ്പോഴായി തട്ടിയെടുത്ത പണം ജബ്ബാർ കോഴിക്കോടുള്ള നെബീനിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിരുന്നു. എന്നാൽ പണം പിൻവലിച്ച് ജബ്ബാറിന് നൽകിയെന്നാണ് നെബീനിന്റെ മൊഴി. എന്നാൽ ജബ്ബാറിന്റെ കൈവശം പണമൊന്നും കണ്ടെത്തിയിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ തട്ടിപ്പിന്റെ വഴികളിലേക്ക് കൂടുതൽ പരിശോധനയ്ക്കാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായാണ് മുഖ്യപ്രതി രതീഷിനെ സൊസൈറ്റിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മഞ്ചേശ്വരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടറും പത്തനംതിട്ട സ്വദേശിയുമായ മനോജാണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. മഞ്ചേശ്വരം SAT സ്കൂളിന് സമീപം ക്വാർട്ടേഴ്സിലെ കുളിമുറിയിലാണ് മഞ്ചേശ്വരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടറും പത്തനംതിട്ട സ്വദേശിയുമായ മനോജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒറ്റയ്ക്കായിരുന്നു താമസം. ദുർഗന്ധം വമിക്കുന്നത് കണ്ട് പരിസരവാസികൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അകത്തുനിന്നും പൂട്ടിയ മുറി പോലീസ് തള്ളിത്തുറന്ന് നോക്കിയപ്പോഴാണ് മൃതദേഹം കുളിമുറിയിൽ കണ്ടെത്തിയത്. ഇയാൾ കുറച്ചുനാളായി അസുഖബാധിതനായിരുന്നുവെന്നാണ് വിവരം. കുളിമുറിയിൽ വഴുതി വീണ് രക്തം വാർന്നാണ് മരിച്ചതെന്നാണ് സൂചന. 2 ദിവസമായി ഓഫീസിൽ ജോലിക്ക് വരുന്നില്ല. ഓഫീസിലെത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും കിട്ടിയിരുന്നില്ല. മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പത്തനംതിട്ടയിലെ KV വിശ്വനാഥന്റെ മകനാണ് മരിച്ച KV മനോജ്. വിവാഹിതനുമാണ്. 6 മാസം മുൻപാണ് ബദിയടുക്കയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ഇദ്ദേഹം മഞ്ചേശ്വരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് എത്തിയത്. മരണവിവരം പോലീസ് അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ മഞ്ചേശ്വരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സ്ത്രീകളുടെ ചിത്രം മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളാക്കി പ്രചരിപ്പിച്ച സംഭവത്തിൽ ആശങ്കയിൽ മലയോരവാസികൾ. ചിറ്റാരിക്കാൽ തയ്യേനിയിൽ 12 മുതൽ 65 വയസ്സ് വരെയുള്ള 200ഓളം സ്ത്രീകളുടെ ചിത്രങ്ങളാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. സുഹൃത്തുക്കളായി ഒപ്പമുണ്ടായിരുന്നവർ തങ്ങളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് നഗ്നചിത്രമാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ച സംഭവത്തിൽ ഞെട്ടലിലാണ് തയ്യേനി നിവാസികൾ. 12 മുതൽ 65 വയസ്സുവരെയുള്ള 200ഓളം സ്ത്രീകളുടെ ഫോട്ടോകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുള്ളത്. തയ്യേനിയിലെ യുവാക്കളുടെ ഒരു ഗ്രൂപ്പിലാണ് നഗ്ന ഫോട്ടോ നിർമ്മാണം നടന്നത്. ടെലഗ്രാം AI ബോട്ടിന്റെ സഹായത്തോടെയാണ് യുവാക്കൾ ഇത് നിർമ്മിച്ചത്. സഹപാഠികളുടെയും സ്ത്രീകളുടെയും ഫോട്ടോയാണ് ഇവർ സൗഹൃദം നടിച്ച് മൊബൈൽ ഫോണിൽ പകർത്തിയത്. തയ്യേനിയിലെ ഒരു ഫോട്ടോഗ്രാഫറുടെ സഹായവും ഇവർക്ക് ലഭിച്ചതായി പോലീസ് പറഞ്ഞു. നഗ്ന ഫോട്ടോ നിർമ്മിച്ച ഇവർ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയോ എന്നും സംശയമുണ്ട്. ചിറ്റാരിക്കാൽ തയ്യേനി സ്വദേശികളായ സിബിൻ ലൂക്കോസ്, എബിൻ ടോം ജോസഫ്, ജസ്റ്റിൻ ജേക്കബ് എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട്.
ഇവരിൽ 2 പേർ 2 വർഷം മുൻപ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞവരാണ്. ഒരാൾ ഈ വർഷം കണ്ണൂർ ജില്ലയിലെ മലയോരത്തെ ഒരു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്നു. സ്കൂളിൽ വെച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്തതിന് അധികൃതർ ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു. നഗ്ന ഫോട്ടോ പ്രചരിച്ച സംഭവത്തെ തുടർന്ന് വലിയ ആശങ്കയിലാണ് തയ്യേനി നിവാസികൾ. തങ്ങളുടെ ഫോട്ടോ ഇതിലുണ്ടോ എന്നാണ് തയ്യേനിയിലെ ഓരോ സ്ത്രീയും ആശങ്കപ്പെടുന്നത്. ഈ ചിത്രങ്ങൾ ഇപ്പോൾ എവിടെയെല്ലാം എത്തിയെന്നുള്ളതിനെ കുറിച്ച് നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. ഏതെങ്കിലും സ്റ്റോറിൽ അതായത് മെമ്മറി സ്റ്റോർ ചെയ്തിട്ടുണ്ടോ, ഇനി ഇതെന്തെങ്കിലും വേറെ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടുണ്ടോ എന്നുള്ള ഇതിലുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക എന്ന് പറഞ്ഞാൽ അവർ അറിയാത്തൊരു കാര്യമാണ് ഇത് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്നുള്ള രീതിയിൽ അവർക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ സൈബർ സെല്ലിൽ നിന്ന് അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും അറിയാം. അപ്പോൾ അത് വരുമ്പോൾ അതിന് തുടർ നടപടികൾ ശക്തമായിട്ട് നടത്തണം. എന്നിട്ട് കുറ്റവാളികൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. നഗ്ന ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തയ്യേനിയിൽ നാട്ടുകാരുടെ യോഗം വിളിച്ചു ചേർത്തു. സംഭവത്തിൽ 3 യുവാക്കൾ മാത്രമല്ല കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവരെ കണ്ടെത്തി ഉചിതമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും ഒപ്പം തങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യവില കുത്തനെ ഉയർന്നു. 100 രൂപയിൽ കുറവുണ്ടായിരുന്ന അയല, മത്തി മത്സ്യങ്ങൾക്ക് കിലോയ്ക്ക് 400 രൂപ കടന്നു. മത്സ്യലഭ്യതയിലെ കുറവ് തുടരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും വില കൂടുവാനാണ് സാധ്യത. മലയാളിയുടെ തീൻമേശയിലെ ഇഷ്ടഭക്ഷണമാണ് മത്സ്യവിഭവങ്ങൾ. എന്നാൽ കുറേ ദിവസമായി മീൻ വിപണിയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഭക്ഷണപ്രേമികൾക്ക് ആശ്വാസകരമല്ല. കുതിച്ചുയരുന്ന വില തന്നെയാണ് പ്രധാന കാരണം. അയലയും മത്തിയും ഉൾപ്പെടെയുള്ള ജനകീയ മത്സ്യങ്ങൾക്ക് ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യവില ഇരട്ടിയായി വർദ്ധിച്ചു എന്ന് തന്നെ പറയാം. 200-ന് താഴെയായിരുന്ന മത്തിക്ക് വില 400-ലെത്തി. അയലയ്ക്കും കിലോയ്ക്ക് 400 രൂപയാണ് വില. മറ്റ് മീനുകളുടെ വിലയും വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. മീൻ വിലയിൽ 1 മാസത്തിനിടെ മാത്രം കിലോയിൽ 200 രൂപയുടെ വരെ വർധനവുണ്ടായത് മലയാളിയുടെ അടുക്കള ബജറ്റിനെ താളം തെറ്റിക്കുന്നതാണ്. ലഭ്യതക്കുറവാണ് മത്സ്യവില വർധനവിന് കാരണം. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊളംബോയിൽ നടന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്കായി 3 സ്വർണം നേടിയ കമ്പല്ലൂർ സ്വദേശിനി KA ടാർലിക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്വീകരണം. റെയിൽവേ സ്റ്റേഷനിലും കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് സ്വീകരണം ഒരുക്കിയത്. ശ്രീലങ്കയിലെ കൊളംബോ രാജപക്ഷെ ആർമി സ്റ്റേഡിയത്തിൽ ഈ മാസം 15 മുതൽ 17 വരെ നടന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് മീറ്റിൽ ഹൈ ജംപ്, ലോങ് ജംപ്, 80 മീറ്റർ ഹഡിൽസ് എന്നീ വിഭാഗങ്ങളിലാണ് സ്വർണം നേടിയത്. മികച്ച വനിതാ അത്ലറ്റിനുള്ള അംഗീകാരവും ടാളിക്ക് ലഭിച്ചു. ഇന്ത്യയിൽ നിന്നും 60 പേരാണ് വിവിധ ഇനങ്ങളിൽ മത്സരിച്ചത്. കാസർഗോഡ് ജില്ലയിൽ നിന്നും ടാളി ഉൾപ്പെടെ 4 പേരാണ് പങ്കെടുത്തത്. കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച KA ടാളിക്ക് സ്കൂളിൻ്റെയും നാടിൻ്റെ സന്നദ്ധ സംഘടനകളുടെയും പിന്തുണയും ലഭിച്ചിരുന്നു. ചെന്നൈ മെയിലിന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ടാളിക്ക് ജനപ്രതിനിധികളുടെയും സ്കൂൾ അധികൃതരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഹൈ ജമ്പ്, ലോങ് ജമ്പ്, 80 മീറ്റർ ഹഡിൽസ് എന്നീ ഇനങ്ങളിലാണ് ടാളിയേച്ചി മത്സരിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ തന്നെ, നമ്മുടെ രാജ്യത്തിന് അഭിമാനമാണ്, കേരളത്തിന് അഭിമാനമാണ്. കമ്പലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറെ അഭിമാനമാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിച്ചതിൽ. അതുകൊണ്ട് അവർക്കുള്ള ഒരു അനുമോദന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. ഈസ്റ്റ് എളേരി പഞ്ചായത്ത് അംഗം P സതീദേവി, കമ്പല്ലൂർ സ്കൂൾ PTA പ്രസിഡന്റ് KV രവി, KP രമേശൻ, KP അച്യുതൻ, VV ഭാർഗവൻ, CM ഊർമിള, CV പ്രമീള, B ഉഷ, ശിവദാസൻ കൊല്ലാട, K ദാമോദരൻ എന്നിവർ സ്റ്റേഷനിലെ സ്വീകരണത്തിന് നേതൃത്വം നൽകി. കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് ജീവനക്കാരിയായ ടാളിക്ക് സ്കൂളിൽ വിളിച്ചു ചേർത്ത പ്രത്യേക അസംബ്ലിയിലും സ്വീകരണം നൽകി. പ്രിൻസിപ്പൽ ഇൻചാർജ് KV ബൈജു, PTA പ്രസിഡന്റ് KV രവി, സീനിയർ അസിസ്റ്റന്റ് ലതാബായി എന്നിവർ ചേർന്ന് മൊമന്റോ നൽകി. KA ടാളി മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ സമയം ഫ്രീ ഫയർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 21 വയസ്സുകാരനായ അബ്ദുൽ അസീസ്. തോളിൽ ചെറിയ നനവുണ്ടായതോടെ ഒന്ന് തടവിയതും ഞെട്ടിത്തെറിച്ച് ഓടിയതും ഒരുമിച്ചായിരുന്നു. കഴുത്തിനടുത്ത് ഗെയിം നോക്കിയിരിക്കുന്ന പെരുമ്പാമ്പാണ് അവനെ ഞെട്ടിച്ചത്. തൃക്കരിപ്പൂർ ഒളവറയിലാണ് സംഭവം. തൃക്കരിപ്പൂർ ഒളവറ മുണ്ട്യ ബസ് സ്റ്റോപ്പിന് സമീപത്തെ വീട്ടിലാണ് രാത്രി ഞെട്ടിക്കുന്ന അതിഥി എത്തിയത്.
പ്ലാസ്റ്റിക് ചില്ല് ബോട്ടിലുകൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന അസം ഗോഹട്ടയിലെ അബ്ദുൾ അസീസിന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലുണ്ടായത്. 3 ചെറിയ കുട്ടികൾ ഉൾപ്പെടെ 12 പേർ താമസിക്കുന്ന ഒളവറയിലെ വീട്ടിൽ വിവിധ മുറികളിലായി 3 കുടുംബങ്ങളും വ്യക്തികളും താമസിച്ചു വരുന്നുണ്ട്. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 കഴിഞ്ഞപ്പോഴാണ് മുറിയിൽ ഫ്രീ ഫയർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അബ്ദുൾ അസീസിന്റെ ഇടത് തോളിന് മുകളിൽ തണുപ്പ് അനുഭവപ്പെട്ടത്. മൊബൈലിൽ നോക്കിക്കൊണ്ട് കൈ തോളിലേക്ക് നീട്ടി തടവിയപ്പോൾ ശീൽക്കാര ശബ്ദം. പിന്നിലേക്ക് നോക്കിയതും അടുത്ത മുറിയിലേക്ക് യുവാവ് അലറി വിളിച്ചോടിയതും ഒരുമിച്ചായിരുന്നു. അനാക്കോണ്ട സ്റ്റൈലിൽ വലിയ പെരുമ്പാമ്പ് തല ഉയർത്തി നിൽക്കുന്നു. ബഹളം കേട്ട് എല്ലാ മുറികളിലുമുള്ള കുടുംബാംഗങ്ങളെത്തി ശബ്ദമുണ്ടാക്കിയതോടെ ഏതാണ്ട് 15 കിലോയിലധികം ഭാരമുണ്ടെന്ന് കരുതുന്ന പാമ്പ് അടുക്കളയോട് ചേർന്നുള്ള കിണറിന്റെ ആൾമറയിലേക്ക് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കവേ കിണറിലേക്ക് പതിക്കുകയായിരുന്നു. मोबाइल में गेम खेल रहा था, इधर आके मैं चिल्लाने मारा, कुआं में पड़ गया। कुआं में पड़ गया, सारे आके देखा तो कुआं में है, कुआं में है सुना। तो ये तुम लोग को आवाज सुन के वो बाहर निकलने का कोशिश कर दिया। इसलिए वो छोटा दरवाजा से छोटा बाहर जाने का टाइम वो गिर गया। अब आपको कुछ तकलीफ तो नहीं किया? नहीं, कोई तकलीफ नहीं किया। മോട്ടോറിന്റെ പൈപ്പിൽ ചുറ്റി വെള്ളത്തിന്റെ നിരപ്പിൽ പൊങ്ങിക്കിടന്ന പെരുമ്പാവിനെ വനം വകുപ്പിന് കീഴിലുള്ള ചെറുവത്തൂർ കൊടക്കാട്ടെ ഫോറസ്റ്റ് റെസ്ക്യൂവർ സി സനൂപും സഹായി ലതീഷും ചേർന്ന് ബാഗിലാക്കി മാലോം കോട്ടഞ്ചേരി മലയിൽ തുറന്നുവിട്ടു. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അയ്യങ്കാളി ദിനത്തോടനുബന്ധിച്ച് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും സ്മൃതി സംഗമവും നടത്തി. സംഗമം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അയ്യങ്കാളി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സ്മൃതി സംഗമം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഈ ചരമവാർഷിക ദിനത്തിൽ എന്തുകൊണ്ട് ഈ കർഷക ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്? അയ്യങ്കാളിയെ പോലെയുള്ള നേതാക്കന്മാർ ആ കാലഘട്ടങ്ങളിൽ എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് കാർഷിക വിപ്ലവങ്ങൾ, അന്ന് ജന്മിമാർ പിടിച്ചുവെച്ച ഭൂമിയിൽ പോലും കാർഷിക വിളവുകൾ എടുക്കുന്നതിന് വേണ്ടി എല്ലാവരെയും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയുടെ ഉന്നമനത്തിനു വേണ്ടി പോരാട്ടം നടത്തിയ നവോത്ഥാന നേതാവായിരുന്നു അയ്യങ്കാളി. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് A. വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ, C. രവി, ഷാഹുൽ ഹമീദ്, മയിച്ച ഗോവിന്ദൻ, മുരളീധരൻ, പുരുഷോത്തമൻ നായർ, K. ഖാലിദ്, ബഷീർ തൽപ്പനാജെ, ഖാൻ പൈക്ക, ഹമീദ് കാണിയൂർ, രേണുക, ഗോപാലൻ നായർ പരപ്പ, സുശീല, രത്നാവതി, ശാരദ കാറടുക്ക, ഗോപിനാഥ്, രത്നാകരൻ കുണ്ടാർ, ഹരീന്ദ്രൻ എറക്കോട്, കുഞ്ഞുകൃഷ്ണൻ നായർ, ഭാസ്കരൻ മാളങ്കൈ, മോഹനൻ മുള്ളിക്കൽ, ബിനോയ് ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വായനാ ദിനം ആഘോഷമാക്കി രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും മലയാളത്തിലെ അക്ഷരങ്ങൾ NSS വിദ്യാർത്ഥികൾ തയ്യാറാക്കി സമ്മാനിച്ചു. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനത്തിൽ വ്യത്യസ്തമായ പരിപാടികളുമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ. വിദ്യാലയത്തിലെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് അക്ഷരമധുരം നൽകിയാണ് വായനാ ദിനം ആഘോഷിച്ചത്. അക്ഷരഘോഷയാത്ര നടത്തിയാണ് പ്രീ സ്കൂളിലെ കുട്ടികൾക്ക് അക്ഷരമധുരം നൽകിയത്. മുഴുവൻ കുട്ടികൾക്കും മലയാളത്തിലെ അക്ഷരങ്ങൾ NSS കുട്ടികൾ തയ്യാറാക്കി സമ്മാനിച്ചു. തുടർന്ന് കുട്ടികളോടൊത്ത് പാട്ടുപാടി ആഘോഷിച്ചു. പ്രിൻസിപ്പാൾ K. ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർ K. രാജി, C. അനീഷ്, സ്റ്റാഫ് സെക്രട്ടറി A. ആശാലത എന്നിവർ സംസാരിച്ചു. NSS വളണ്ടിയർ ലീഡർമാരായ പൃഥുഷായം, സച്ചിൻ P എന്നിവർ നേതൃത്വം നൽകി. അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വായനയുടെ മധുരം നുകരുന്നതിന് കുരുന്നുകൾക്ക് അവസരമൊരുക്കുന്നതിനാണ് നാഷണൽ സർവീസ് സ്കീം വ്യത്യസ്തമായ ഈ പരിപാടി നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുടുംബശ്രീ സംസ്ഥാന കലോത്സവ ജേതാക്കളെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് കാലിക്കടവിൽ നടന്ന കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ തിരുവാതിരക്കളി മത്സരത്തിൽ ഇരട്ട നേട്ടം കൊയ്ത തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ടീമുകളെയും പരിശീലകനെയും വ്യക്തിഗത ഇനങ്ങളിലെ സമ്മാനിതരെയുമാണ് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ അനുമോദിച്ചത്. തിരുവാതിരക്കളി മത്സരം അയൽക്കൂട്ട വിഭാഗത്തിൽ E. അജിതയും സംഘവും, ഓക്സിലറി വിഭാഗത്തിൽ MV രജനിയും സംഘവുമാണ് സംസ്ഥാന സർഗോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയത്. തിരുവാതിരക്കളിയിലെ ഇരു ടീമുകളെയും പരിശീലിപ്പിച്ച മണി തങ്കയത്തെയും അനുമോദിച്ചു.
സംസ്ഥാന മത്സരത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് ശാസ്ത്രീയ നൃത്തമായ മോഹിനിയാട്ടത്തിൽ 2ാം സ്ഥാനം നേടിയ ഇളമ്പച്ചിയിലെ ശില്പ വേണുഗോപാൽ, മിമിക്രിയിൽ ജില്ലയെ പ്രതിനിധീകരിച്ച ഒളവറയിലെ ടി വത്സല എന്നിവർക്കും അനുമോദനം നൽകി. തൃക്കരിപ്പൂർ CS ടൗൺ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK ബാവ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ സംസ്ഥാന ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിച്ച നമ്മുടെ 22 സഹോദരിമാർ, അതുപോലെ തന്നെ ജില്ലാ മത്സരപരമായി മോഹിനിയാട്ടത്തിൽ, അതേപോലെ തന്നെ മോഹിനിയാട്ടം അവതരിപ്പിച്ച ശില്പ. കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ M സൗദ, KV കാർത്യായനി, KM ഫരീദ, M ഷൈമ, അസിസ്റ്റന്റ് സെക്രട്ടറി P അരവിന്ദൻ, CDS ഉപാധ്യക്ഷ M ഖൈറുനീസ, T ശ്യാമള, M ശ്രീജ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സ്ഥലം മാറിപ്പോകുന്ന അക്കൗണ്ടന്റ് PS നിത്യയ്ക്ക് യാത്രയപ്പും പുതുതായി ചുമതലയേറ്റ UK സ്വപ്നയ്ക്ക് സ്വീകരണവും നൽകി. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ടെനാസിറ്റി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. കോളിച്ചാൽ 18ാം മൈലിലാണ് ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയത്. മലയോര മേഖലകളായ മാലക്കല്ല്, കോളിച്ചാൽ, കള്ളാർ പ്രദേശങ്ങളിലെ സംരംഭകരുടെ കൂട്ടായ്മയിൽ രൂപീകൃതമായ ടെനാസിറ്റി ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമായ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ കോളിച്ചാൽ 18ാം മൈലിൽ പ്രവർത്തനം ആരംഭിച്ചു. നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരുപാട് മാറ്റങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന തരത്തിലുള്ള സംരംഭങ്ങളുടെ ഭാഗമായി ആദ്യ സംരംഭം എന്ന രീതിയിലാണ് EV ചാർജിംഗ് സ്റ്റേഷൻ നാടിന് ടെനാസിറ്റി ഗ്രൂപ്പ് സമർപ്പിച്ചത്. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദിന്റെ അധ്യക്ഷതയിൽ കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വാഹനം ചാർജ് ചെയ്യൽ കർമ്മം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സൗഹൃദ സദസ്സും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്തായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയോജന സൗഹൃദ സദസ്സും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരു വയോജന സംഗമം നടത്തിയിട്ടുണ്ട്. വളരെയേറെ ആ സംഗമത്തിൽ നമുക്കറിയാം നിങ്ങളുടെ ആ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തണം. നിങ്ങൾ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടവരല്ല. നമ്മൾ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ. 60 വയസ്സ് കഴിഞ്ഞ ഓരോരുത്തരും അങ്ങനെ നല്ല ഊർജ്ജസ്വലരായി നടക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രായമായി വീട്ടിൽ കിടപ്പിലായവരുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോരോ വിഷമതകൾ അനുഭവിക്കുന്നവരാണ് ഈ വയോജനങ്ങളെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇതിന്റെ സർവേ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി ആ സർവേ ഒക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ പദ്ധതിയിലേക്ക് കടക്കുകയാണ്. വൈസ് പ്രസിഡന്റ് K സബീഷ് അധ്യക്ഷനായി. അജാനൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ MV രത്നകുമാരി, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രതീഷ് എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും ICD സൂപ്പർവൈസർ ഗ്രീഷ്മ T നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് അസോസിയേഷൻ പ്രതിനിധികളായ മദൻ മോഹൻ, സൂര്യ എന്നിവർ പരിശീലന പരിപാടിയുടെ വിശദീകരണവും ക്ലാസും കൈകാര്യം ചെയ്തു. വേലേശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ വായന വാരാചരണത്തിന് തുടക്കമായി. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടത്തി. വായനാദിന ക്വിസ്, പുസ്തക പ്രദർശനം, നല്ല വായന, പുസ്തക പരിചയം, വാർത്താ വായന, ആസ്വാദനക്കുറിപ്പ്, എഴുത്തുകാരെ പരിചയപ്പെടൽ, അമ്മ വായന, കുട്ടികളുടെ ഡിജിറ്റൽ പത്രം, സാഹിത്യ ആൽബം, പോസ്റ്റർ രചന, കുട്ടികളുടെ ആകാശവാണി, ഡിജിറ്റൽ പതിപ്പുകൾ തയ്യാറാക്കൽ തുടങ്ങി അധ്യയന വർഷം നീണ്ടു നിൽക്കുന്ന തുടർ ക്ലാസ് റൂം പ്രവർത്തനങ്ങളാണ് വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വായനാ വാരാചരണത്തിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം പ്രശസ്ത നടനും നാടക സംവിധായകനും നാടൻപാട്ട് കലാകാരനുമായ ഉദയൻ കുണ്ടംകുഴി നിർവഹിച്ചു. നല്ല ഭക്ഷണം കഴിക്കുന്നതിനാ വളരാനല്ലേ, നല്ല ആരോഗ്യത്തോടുകൂടി വളരാനല്ലേ, ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നല്ല ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ശരീരത്തിന് മാത്രം ആരോഗ്യം ഉണ്ടായാൽ മതിയോ? നമ്മുടെ മനസ്സിന് ആരോഗ്യം വേണം. അപ്പൊ മനസ്സിന്റെ ആരോഗ്യത്തിന് നമ്മൾ വായനയെ കൂട്ടുപിടിക്കണം. നല്ല വായന നമ്മുടെ മനസ്സിന്
മനസ്സിന്റെ നല്ല ആരോഗ്യത്തെ നമുക്ക് സാധ്യമാക്കി തരും. ആ ആരോഗ്യമാണ് നമ്മെ നല്ല ചിന്തയിലേക്ക് നയിക്കുക. ആ നല്ല ചിന്തയാണ് നമ്മെ നല്ല പ്രവൃത്തിയിലേക്ക് നയിക്കുക. ആ നല്ല പ്രവൃത്തിയാണ് നമ്മയുടെ ചത്തു കഴിഞ്ഞാലും ജീവിപ്പിക്കുക. അല്ലെ, മരിച്ചു കഴിഞ്ഞാലും നമ്മളിവിടെ ജീവിക്കണമെങ്കിൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. പുസ്തക വായന, രണ്ടാമത്തെ വായന ഈ പ്രകൃതി വായനയാണ്. ചുറ്റുപാടുമുള്ള വായന ഏറ്റവും നിർബന്ധമാണ് ഒരു മനുഷ്യന്. നല്ല നിരീക്ഷണം എന്ന് പറയും. PTA പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥിനി അഭിരാമി വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തക ശേഖരണത്തിന്റെ ഭാഗമായി വായനാ വെളിച്ചത്തിലേക്ക് പ്രമോദ് മാസ്റ്റർ നൽകിയ പുസ്തകങ്ങൾ സ്കൂൾ പ്രധാനാധ്യാപകൻ ടി വിഷ്ണു നമ്പൂതിരി ഏറ്റുവാങ്ങി. പ്രമോദ് മാസ്റ്റർ വായനാ അനുഭവം പങ്കുവച്ചു. PTA വൈസ് പ്രസിഡന്റ് KV സുനിൽകുമാർ, SMC ചെയർമാൻ PV അജയൻ, മദർ PTA പ്രസിഡന്റ് K ജയശ്രീ, സീനിയർ അസിസ്റ്റന്റ് KV ശശികുമാർ, സ്റ്റാഫ് സെക്രട്ടറി K ഉമാദേവി, KV രാജൻ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ ടി വിഷ്ണു നമ്പൂതിരി സ്വാഗതവും വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ KV രമ്യ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഉദയൻ കുണ്ടംകുഴിയും കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ച നാടൻപാട്ട് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിന് അസംബ്ലി ഹാൾ നിർമ്മിച്ചു നൽകി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് കിഴക്കുംകര മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിന് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5.5 ലക്ഷം രൂപ ചെലവിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അസംബ്ലി ഹാൾ നിർമ്മിച്ചു നൽകി. അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ നിർവഹിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ P ഷാനജ് റിപ്പോർട്ട് അവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീലത, അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ്, അജാനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MG പുഷ്പ, V ഗീത, ലക്ഷ്മി തമ്പാൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ, പഞ്ചായത്ത് അംഗം KV ലക്ഷ്മി, SMC ചെയർമാൻ K വിശ്വനാഥൻ, PTA പ്രസിഡന്റ് M രാജീവൻ, മദർ PTA പ്രസിഡന്റ് സവിത എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A ദാമോദരൻ സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക M അനിത ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൈവിരലുകൾ മാത്രം ഉപയോഗിച്ച് മേളവിസ്മയം തീർക്കുകയാണ് കാസർഗോഡ് മുളിയാറിലെ മണി എന്ന S മണികണ്ഠ. ഇരു കൈകളുടെയും വിരലുകൾ പ്രത്യേക രീതിയിൽ അതിവേഗം ചലിപ്പിച്ചാണ് വിരൽ ഡ്രം മേളമൊരുക്കുന്നത്. ഏതു പാട്ടും വിരൽ ഡ്രമ്മിലൂടെ മണികണ്ഠ അവതരിപ്പിക്കും. കൈവിരലുകൾ മാത്രം ഉപയോഗിച്ച് മേളവിസ്മയം തീർക്കുന്ന കാസർഗോഡിന്റെ അതുല്യ കലാകാരൻ മണികണ്ഠയെ നമുക്ക് പരിചയപ്പെടാം. മണി, അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു കലയാണ് ഈ ഫിംഗർ ഡ്രമ്മിംഗ് എന്ന് പറയുന്നത്. എന്താണത്? പ്രേക്ഷകർക്ക് വേണ്ടി അതെന്താണെന്നുള്ളതൊന്ന് വിശദമാക്കാമോ? അതായത് നമ്മുടെ ഈ രണ്ട് ഈ വിരൽ ഇതിലേക്ക് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ട്, ഇതിനാണ് റിതം ചെയ്ത് ഇപ്പോൾ മ്യൂസിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫിംഗർ ഡ്രമ്മിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയാണ് ഈ ഫിംഗർ ഡ്രമ്മിങ് എന്ന് പറയുന്ന ഒരു കഴിവിനെ കണ്ടെത്തിയത്, അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിച്ച് ഈ ഒരു ലെവലിലേക്ക് എത്താൻ കാരണമായ സാഹചര്യം? ഇത് ചെറുപ്പം മുതലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വെറുതെ ഇങ്ങനെ തട്ടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടായതാണ്. പിന്നെ മ്യൂസിക്കോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ചില ബീറ്റെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിങ്ങനെ റിതം ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തതാണ്. ശരിക്കും എന്താ വേണമെന്ന് വെച്ച് ചെയ്തൊന്നല്ല, പിന്നെ പ്രാക്ടീസ് ചെയ്തു ഒരു റെക്കോർഡിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ അത് മ്യൂസിക്കായിട്ട് എൻ്റെ ഉള്ളിൽ തന്നെ വന്നു. അങ്ങനെയാണ് ഇത് ചെയ്തത്. പ്രേക്ഷകർക്ക് വേണ്ടി ഇതൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാമോ? ഓക്കെ, ചെയ്യാം. മണി, പാട്ടിനൊത്ത് ഋതം ചെയ്യുന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ്. അതൊന്ന് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. നിങ്ങളൊരു പാട്ട് പാടിയാൽ ഞാൻ ഋതം ചെയ്യാം. ഓക്കെ, ഏത് പാട്ടാ പാടണ്ടേ? കരിങ്കാളി പാടും. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാട്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. കരിങ്കാളിയല്ലേ
കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാണ് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് എരിവെറ്റിയ പച്ചമുളകോ പെണ്ണെ നിൻ മനസ്സ് ജട കെട്ടിയ കാർമുടിക്കെന്തിന് മുല്ലപ്പൂ മലര് കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻ ചിലമ്പ് തുടി കുട്ടിയ പാണന്റെ പാട്ടിൽ നമ്മെ നീ മയങ്ങ് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാണ് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് പൂങ്കുയിലേ പൂങ്കുയിലേ எத்தனை நாளான காத்திருந்தே நீயாளான கன்னி பொண்ணு நானும் வாடாத ரோச கண்ணு பூங்குயிலே பூங்குயிலே எத்தனை நாளான காத்திருந்தே நீயாளான கன்னி பொண்ணு நானும் வாடாத ரோச கண்ணு நீயாளான கன்னி பொண்ணு நானும் வாடாத ரோச கண்ணு. ആരാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചത്, അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ പിന്നിൽ മണികണ്ഠയെ തേടിയെത്തിയിട്ടുള്ള അംഗീകാരങ്ങൾ, അതിനെക്കുറിച്ച് സംസാരിക്കാമോ? സപ്പോർട്ട് ചെയ്തത് ആദ്യം ഫാമിലിയാണ്, പിന്നെ ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു NGO ഉണ്ട് കാസർഗോഡ് തന്നെ, ഫയർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ട്. അവരാണ് എൻ്റെ ഈ ഫിംഗർ ഡ്രംസിനെ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ അവർ സഹായിച്ചത് അവരാണ്. പിന്നെ ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഫ്രണ്ട്സിൻ്റെ ഒപ്പരാണ്. അപ്പോൾ അവരാണ് ഈ ഫിംഗർ ഡ്രംസ് ഇങ്ങനെ സോഷ്യൽ മീഡിയാസിൽ അപ്ലോഡ് ചെയ്യാനും അവരാണ് ഭയങ്കര സപ്പോർട്ട് ചെയ്തത് എല്ലാവരും. മണികണ്ഠയെ തേടിയെത്തിയിട്ടുള്ള ഒരുപാട് അംഗീകാരങ്ങളുണ്ടാവും. ഇനി മുന്നോട്ട് ഏതൊക്കെ തരത്തിലാണ് ഇതിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനിത് ആദ്യമായിട്ട് റെക്കോർഡിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതായത് ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. അത് 1 മിനിറ്റിൽ 235 സ്നാപ്പ് അടിച്ചിട്ടാണ് ഫിംഗർ ഇത് കിട്ടിയത്, റെക്കോർഡ് കിട്ടിയത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഒറ്റ കയ്യിൽ മാത്രമേ ഇത് വന്നുണ്ടായിരുന്നു. പിന്നെ അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അടുത്ത കയ്യിലും പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ മ്യൂസിക് ആയത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു വേൾഡ് റെക്കോർഡും കൂടി കിട്ടി, വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡും കൂടി കിട്ടി. ഇനി നെക്സ്റ്റ് ഗിന്നസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇതേ മ്യൂസിക്കിൽ വേറെ എന്തെങ്കിലും യുണീക്കായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നും കൂടി ഉണ്ട്. മ്യൂസിക്കാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പം മണികണ്ഠനെ ഫിംഗർ ഡ്രംസിലൂടെയുള്ള മണിയുടെ ഭാവിയിലേക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ അമി, KCN ന്യൂസ്, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. 1-ാം പ്രതി രതീഷിനെ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മഞ്ചേശ്വരത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മഞ്ചേശ്വരം CHCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറും പത്തനംതിട്ട സ്വദേശിയുമായ മനോജ് ആണ് മരിച്ചത്. സ്ത്രീകളുടെ ചിത്രം മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളാക്കി പ്രചരിപ്പിച്ച സംഭവം ആശങ്കയിൽ ചിറ്റാരിക്കൽ തയ്യേനി മലയോരവാസികൾ. കൈവിരലുകൾ മാത്രം ഉപയോഗിച്ച് മേളവിസ്മയം. വിരൽ ഡ്രമ്മിൽ താരമായി കാസർഗോഡ് മുളിയാറിലെ മണികണ്ഠ. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യവില പൊള്ളുന്നു. അയല, മത്തി മത്സ്യങ്ങൾക്ക് കിലോയ്ക്ക് 400 രൂപ കടന്നു. അയ്യങ്കാളി ദിനം. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി പുഷ്പാർച്ചനയും സ്മൃതി സംഗമവും നടത്തി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.